ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്കോബാറാണ്. മിൽക്ക് പൗഡറോ ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് ഈ ഒരു ചോക്കോബാർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചോക്കോബാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ചോക്കോബാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഞാൻ 250 ml കപ്പിലാണ് പാല് അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി കോൺഫ്ലോർ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പം ഞാൻ സ്റ്റൗവിലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഒന്ന് തിളപ്പിച്ച് എടുക്കാനായിട്ട്. നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ പെട്ടെന്ന് തന്നെ ഒന്ന് തിക്കായി അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം പാലൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. 2-3 മിനിറ്റൊക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു രൂപത്തിലൊന്ന് വരും. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് പാല് തണുക്കാനായിട്ടൊന്ന് മാറ്റാവുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി പാല് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പാലൊന്ന് ഐസ് മോൾഡിലൊന്ന് ഒഴിച്ച് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഐസ് മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആദ്യം ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ 4 മോൾഡിലും സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാല് ഓരോ മോൾഡിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഐസ് മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ നമുക്ക് പാലൊന്ന് ഒഴിച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 4 മോൾഡിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം പാലൂടെ ബാക്കി വന്നിട്ടുണ്ട്. ഈ ഒരു പാല് ഞാൻ ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒഴിച്ചിട്ടാണ് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമ്മളിതുപോലെ ഗ്ലാസ്സിലൊക്കെ പാലൊഴിച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇതിന് മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഉപയോഗിച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം നടുവിലായിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്ത് അതിലൂടെ വേണം സ്റ്റിക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു പകുതി ഒന്ന് ഫ്രീസായി കഴിയുന്ന സമയത്ത് വീണ്ടും നമ്മൾ പുറത്തെടുത്ത് ഇതിനുള്ളിലായിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് 6 മുതൽ 8 മണിക്കൂർ വരേക്കും ഇതൊന്ന് തണുപ്പിക്കാനായിട്ടൊന്ന് ഫ്രീസറിൽ വെക്കാം. ഇനി നമ്മുടെ ഐസ് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു ബൗൾ വെച്ചതിന് ശേഷം ഈ ബൗളിൽ ഞാൻ 200 ഗ്രാം അളവിൽ ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് കോമ്പൗണ്ട് ആണ്. നമ്മുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പുറത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ബൗള് അടിയിലുള്ള പാത്രത്തിലുള്ള വെള്ളത്തിൽ ടച്ച് ആവാൻ പാടില്ല. ആ ഒരു രീതിക്കുള്ള ബൗള് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം 1 മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായിട്ട് വന്നോളും. ഇപ്പം ചോക്ലേറ്റ് ഒക്കെ അത്യാവശ്യം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു പരുവത്തിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്കിതിലേക്ക് 2-3 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലൊന്ന് ആക്കി എടുക്കാം. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റാം. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ആക്കിയിട്ട് വേണം നമ്മൾ ചോക്കോബാർ തയ്യാറാക്കി എടുക്കാനായിട്ട്. റൂം ടെമ്പറേച്ചറിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഇതുപോലൊരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഐസ് ഈ ഒരു ഗ്ലാസ്സിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് പുറത്തോട്ട് കളയാൻ പാടില്ല. ആ ഒരു അളവിന് വേണം ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഐസൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഐസായിട്ടൊന്ന് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം. നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ
ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോളും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐസും ഒന്ന് ചോക്ലേറ്റിലൊന്ന് മുക്കി എടുക്കാം. നമ്മൾ ചോക്ലേറ്റിൽ മുക്കി എടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ചൂടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചോക്കോ ബാർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോക്കോ ബാർ തയ്യാറാക്കുന്ന സമയം ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. ഇപ്പം ഞാൻ 4 ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.